സോളാർ പാനൽസ് പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. സോളാർ ഇൻവെർട്ടേഴ്സും പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സോളാർ പാനലിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബൈഫേഷ്യൽ സോളാർ പാനൽസ് ഉണ്ട്, മോണോപെർക്ക് സോളാർ പാനൽസ് ഉണ്ട്, അതേപോലെ തന്നെ പോളിക്രിസ്റ്റലൈൻ സൊല്യൂഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ 3-4 ടെക്നോളജി സൊല്യൂഷൻസ് നമുക്ക് സോളാർ പാനൽസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ബൈഫേഷ്യൽ പോലുള്ള സോളാർ പാനൽസ് ഏത് മേഖലകളിൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റ് റൂഫായിട്ടുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് ബൈഫേഷ്യൽ സോളാർ പാനൽ പോവാം. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റിഫ്ലക്ഷനിലൂടെ താഴെ നിന്നും കൂടെ പാനൽസിൻ്റെ എനർജി നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ഏകദേശം ഒരു 20% നിങ്ങൾക്ക് അഡീഷണലായിട്ട് എനർജി കിട്ടും. പക്ഷേ നിങ്ങൾ ഈ ബൈഫേഷ്യൽ പാനൽ ഒരിക്കലും ഷീറ്റിൻ്റെ മുകളിലോ റൂഫ് ഷീറ്റ്സിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ബെനിഫിറ്റ്സ് കിട്ടില്ല. അത് വെക്കേണ്ടത് ഒരിക്കലും ബൈഫേഷ്യൽ പാനലല്ല, പറിച്ച് മോണോപെർക്ക് പാനൽസ് ആണ്. അതേപോലെ തന്നെ മോണോപെർക്ക് പാനൽസ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാം. എക്സ്പെഷ്യലി കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മഴ കൂടുതലുള്ള സമയമാണ്, അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടുതലുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് മോണോപെർക്ക് പാനൽസ് യൂസ് ചെയ്യാം. അപ്പം മോണോപെർക്ക് പാനൽ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, മഴക്കാലമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്ലൗഡി ഉള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പ്രൊഡക്ഷൻ ഭയങ്കര അധികം കുറയത്തില്ല. ഒരു ആവറേജ് ഒരു 20-25% കുറയുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ മോണോപെർക്ക് പാനൽസ് ആണോ, ബൈഫേഷ്യൽ പാനലാണോ, അല്ലെങ്കിൽ പോളിക്രിസ്റ്റലൈൻ പാനലാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.